നമസ്കാരം. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലഞ്ഞതിന് തൊട്ടു പിന്നാലെ അവിടെ വലിയ ഒരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായ ചൈന. എന്തായാലും ചൈന പതിവ് തെറ്റിക്കുന്നില്ല. മാലിദ്വീപിൽ എപ്പോഴാണോ അവർക്കൊരു അനുകൂല സാഹചര്യം ഒരുങ്ങുക എന്ന് കാത്തിരുന്ന തക്കം നോക്കിയിരുന്ന ചൈന കൃത്യസമയത്ത് തന്നെ അത് വിനിയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. നിലവിൽ എന്തായാലും ഇന്ത്യൻ സൈനികരെ മാലിദ്വീപിൽ നിന്നും പിൻവലിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ചൈനയുടെ ചാരക്കപ്പലായ സിയാങ് യാങ്ഹോങ് 3 മാലെ തുറമുഖത്ത് എത്തിയിരിക്കുകയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും അല്ലാതെയും ഒരേ സമയം ഉപയോഗിക്കാനാകുമെന്നതാണ് സർവേക്ക് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൈന അവകാശപ്പെടുന്ന സിയാങ് ഹോങ് കപ്പൽ എന്ന് പറയുന്നത്. ഇതവർ സർവേക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ നിരീക്ഷണ സംവിധാനമുള്ള ഒരു കപ്പൽ തന്നെയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ ചൈനീസ് കപ്പലായ സിയാങ് യാങ്ഹോങ് 3 ഓപ്പറേഷൻ ആവശ്യങ്ങൾക്കായി മാത്രമാണ് എത്തിയിരിക്കുന്നതെന്നും മാലിദ്വീപിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്ക് ഇവർ കടക്കില്ല എന്നും മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സൈനിക നിരീക്ഷണം നടത്തുന്നതിന് കൂടി പര്യാപ്തമാണ് സിയാങ് ഹോങ് 3 എന്നുള്ളത് ഇന്ത്യക്ക് അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാവികസേന മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി കൊളംബോയിൽ കപ്പൽ എത്തുമെന്നായിരുന്നു നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ തീരത്തേക്ക് കപ്പൽ എത്തുന്നതിന് ശ്രീലങ്ക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 2022 മുതൽ തന്നെ കപ്പലിന്റെ സഞ്ചാരത്തിൽ ഇന്ത്യ വലിയ തോതിലുള്ള ആശങ്കകൾ നമ്മുടെ അയൽ രാജ്യങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 2023 മുതൽ ചൈനീസ് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട്. ഇതിനകം ചൈനയുടെ 11 നിരീക്ഷണ സർവേ കപ്പലുകളാണ് ഈ പ്രദേശത്ത് പല തവണയായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലയളവിൽ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്തെത്തിയ ചൈനീസ് കപ്പൽ അതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും മറ്റും ഇന്ത്യ വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. സർവ്വസന്നാഹവുമായി കൊച്ചിയിൽ ഉൾപ്പെടെ ഇന്ത്യൻ നാവികസേന തയ്യാറായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ മാലിദ്വീപിന്റെ കാര്യത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഹമ്പൻതോട്ട തുറമുഖത്ത് ചൈനീസ് കപ്പൽ എത്തിയ സമയത്ത് ഇസ്രയേലിൽ നിന്നുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ അവിടെ ജാമറുകളും മറ്റും സ്ഥാപിച്ചത്. അങ്ങനെ അവരുടെ സിഗ്നലുകളെ ഒരു പരിധിവരെ തടസ്സപ്പെടുത്താനും മറ്റും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ മാലിദ്വീപിലും ചൈനീസ് ചാരക്കപ്പൽ എത്തുമ്പോൾ ഇന്ത്യ വലിയ തോതിലുള്ള നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർവ്വസന്നാഹമായി തന്നെയാണ് ഇന്ത്യൻ നാവികസേന നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാവുന്നുണ്ട്. വളരെയധികം വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഈ വീഡിയോ ശ്രദ്ധ നേടുന്നുമുണ്ട്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.